സോറി ആള് മാറി ഞാൻ വിചാരിച്ച എന്റെ ഒരു ബ്രിഗേഡിയർ ഉണ്ടായിരുന്നു അതേ ഷേപ്പ്. തിരിച്ചെടുത്തു കേട്ടോ, തിരിച്ചെടുത്തേക്കുവാ. എനിക്കറിയാം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഏത് ക്യാമ്പിലാ? നമ്മള് മദ്രാസ് റെജിമെന്റ്. പിന്നെ ഞങ്ങൾ ക്യാമ്പിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ട്രെയിനിങ് ക്യാമ്പിൽ ഒന്നിച്ചായിരുന്നു. അപ്പൊ അന്ന് താടിയില്ല, ഇത്തിരി വേറൊരു ഷേപ്പ് അല്ലേ പറഞ്ഞായിട്ട്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഡേ ക്യാമ്പിൽ ഇരുന്നപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം രാവിലെ എങ്ങുന്നോ ഒരു ചോപ്പ് ഷർട്ടും ഒരു കയ്യിൽ ഒരു വെള്ളത്തോർത്ത് ഒപ്പിച്ച് മുടി ഇങ്ങനെ പിരിത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് അങ്ങനല്ല, അങ്ങനെ എന്താന്ന് ചോദിച്ചോ പറഞ്ഞേ ഇത് അശോകനാണ്. ഞാൻ പറഞ്ഞത് എന്തിനാ ഇവിടെ കാണിക്കുന്നത്? അത് നാട്ടിലെ ഈ പരിപാടിക്ക് ഓണക്യാമ്പിൽ ഞാൻ ആദ്യം ഇതാ കാണിക്കുന്നത്. എന്തോ ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ പുള്ളി നിർത്തിച്ചു. അത് പറ. അല്ല, ആരെങ്കിലും ഒരാൾ വേണം ഒരു വിലക്ക. നമസ്തേ. ഞാൻ അങ്ങോട്ട് പോയപ്പോ തിരക്കായി കേട്ടോ, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ഓക്കെ. ബ്രിഗേഡിയർ ഗിരിധർ ബർമ അല്ലേ? അതെ. എനിക്കറിയാം, ഒരു ഹെൽപ്പ് ചെയ്ത് തരാം കേട്ടോ. കാരണം ഈ നാട്ടുകാരെല്ലാരും പറയും നമ്മളെ ഈ ലീവിന് വന്ന് അല്ലെ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം ബെഡായി കഥകൾ പറഞ്ഞു നടക്കുന്നു പട്ടാളക്കാർ. ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നു. ഇപ്പൊ ഒരാളെന്നോട് ചോദിക്കുകയാണ്, ഈ തോക്കിനകത്ത് ഉണ്ടോ ഇല്ലേ, വെറുതെ കൊണ്ട് കിടക്കണം. അപ്പോ ഇതൊന്ന് പൊട്ടിച്ചൊന്ന് കാണിച്ചു കൊടുക്കണം, 10 പേർ കാണണ്ടേ ഇതിലുണ്ടോ. ധൈര്യമായിട്ട് പൊട്ടിച്ചോളൂ. അല്ല, ഇത് എവിടെയാണ് പിടിച്ച് അമർത്തേണ്ടത്? അമർത്തണ്ടെന്നോ? ഒരു പട്ടാളക്കാരന്റെ തോക്കെടുത്ത് വെച്ച് അമർത്തണ്ടെന്ന് ഇങ്ങനൊക്കെ വാക്കാണോ പറയുന്നത്? അല്ല, ഒരു ഗണ്ണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ടെക്നിക്കൽ വാക്കുകളുണ്ട്. അത് ആ ടെക്നിക്കൽ ആയിട്ടുള്ള വാക്കുകളാണ് ഓരോ പാർട്സിനും കൊടുത്തിരിക്കുന്നത്. അതാണ് പറയേണ്ടത്. അവിടെ പിടിച്ച് വലിച്ചേ. എവിടെ പിടിച്ചു വലിക്കുക? ആ കുന്തപ്പനടുത്ത് പിടിച്ച് മാറ്റാൻ. അല്ല, പൊട്ടി കാണില്ല, പൊട്ടിച്ച് കാണില്ല. ഉണ്ടെന്ന് കാണില്ല. എനിക്കൊരു ഉണ്ടയില്ല, അത് വേറെ കളി. പ്രശ്നമില്ല. ഈ കുന്തപ്പനാണ്ടല്ലേ ഒരു താക്കാൻ. നടക്കട്ടെ, പൊട്ട് നമുക്ക്. ഓക്കെ, കണ്ടോ? ഉണ്ട്, പക്ഷേ ഉണ്ടയില്ല. എനിക്കൊരു ഉണ്ടായില്ലെന്ന്. ഇത് അങ്ങനെ അല്ല കേരള. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞോ. ഇതിപ്പോ നിങ്ങൾ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോരുമ്പോ എല്ലാവരും ഈ തോക്ക് കാണുമല്ലോ, നമ്മുടെ ഈ തന്നു വിടും. അപ്പൊ ഇതിലിടുന്ന ഉണ്ട സർക്കാർ തരുന്ന ഉണ്ടയാണോ അതോ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടയിടുവാണോ? നമ്മുടെ ഉണ്ടയല്ല, സർക്കാരുണ്ടാ. അത് ഇടാൻ പറ്റുമോ? അല്ല, നമ്മുടെ ഉണ്ടയിട്ട് പൊട്ടിക്കാൻ പറ്റിയല്ല. ഇല്ല, ലൈസൻസ് ഉള്ള ഉണ്ടയാണെങ്കിൽ ഇടാം, അല്ലേ സർക്കാർ ഉണ്ടാ കേട്ടോ. ഔട്ടായിരുന്നു അത്. അതെ. ഞാനപ്പോ ഒന്ന് കേരളത്തെ വീട്ടിലോട്ടേ നീ ഒന്ന് എന്ന് നടക്കാൻ പോവോ? കാലേ ആവത്തുള്ള പോലെ ഭഗവാൻ എനിക്ക് വെച്ചാൽ നമുക്കൊന്ന് ഇരിക്കണം റൂം എടുത്ത്. മോളെ, അയലത്തുകാരിക്കുക ഓരോ കൊതിയും ചുണയും പറയാൻ. പത്തനംതിട്ട ഇപ്പൊ ഇവിടെ താമസം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ. ഇപ്പൊ മനസ്സിലായല്ലോ, ഉണ്ടയില്ല എന്ന് പറയാ. ഏത് കയറി ഉണ്ട്? കമലമ്മ രാവിലെ വരുമ്പോ ഒരു ഗ്ലാസ് അതിന്. നിങ്ങളെ ശരീരം മൊത്തം പോയി കിടക്കുക. നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിട്ടേ ഞാൻ ചെന്നൊരു ജോത്സ്യനെ കണ്ടായിരുന്നു. അപ്പൊ ജോത്സ്യൻ എന്നോട് പറഞ്ഞതാ നിങ്ങളെ ശരീരം മൊത്തം ഈ ആളുകളുടെ അതാണെന്ന്. ആളുകളുടെ അതാണോ? ഏത് ആളുകളുടെ കണ്ണാണെന്ന്. ആൾക്കാരുടെ കണ്ണാണ്. അതായിരുന്നു ഞാൻ വിചാരിച്ചു. നീ അങ്ങനെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വേറെ ഏതാണ്ടെന്ന്. പിന്നെ ഇനി നമ്മൾ ഇപ്പൊ ഞാൻ ഉഴിഞ്ഞില്ലേ, ഈ ഉപ്പും മുളകും കടുകും എല്ലാം കൂടെ ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ കൊണ്ടുപോയി കളയണം. ഭയങ്കര അമ്പലവിശ്വാസി കേട്ടോ. അമ്പലപ്രാവെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതെ. ഇത് അവിടെ കൊണ്ട് വച്ചിട്ട് ഒരു വെടി വഴിപാട് കൂടെ അങ്ങനെ നടത്തണം. അമ്പലത്തിൽ ചെന്നിട്ടോ? ഞാനിവിടെ എത്തിക്കുമ്പോഴോ? അതെന്താ? ഒരു വെടിക്ക് എത്ര രൂപ അമ്പലത്തിൽ കൊടുക്കണം? 20 രൂപ കൊടുക്കണം. 20 അയ്യോ, ഈ വെടിയല്ല, പിന്നെ അമ്പലത്തിൽ വേറെ കതിനാ വെടി. ഇതുമായിട്ട് ഞാൻ അവിടെ വരാൻ ആ പൈസ എന്റെ ഇരിക്കല്ലേ? അയ്യോ, അതൊന്നും പറ്റത്തില്ല. അത് അമ്പലത്തിൽ ഓരോരോ വിശ്വാസങ്ങളാ. അത് മാത്രമല്ല, നമ്മുടെ സമാജത്തിൽ നിന്നേ നമ്മളൊരു ഭജൻ ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അമ്പലത്തിൽ നമ്മുടെ കച്ചേരിയുണ്ട്. നിന്റെയോ? ഞാനാ മെയിൻ ഗായിക. ഈ ജിജി രവിയുടെ ശബ്ദം വെച്ചോണ്ട് നീയോ? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. പിന്നെ എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ?
ഫസ്റ്റ് പാട്ട് ഞാനാ പാടുന്നത്. ഏത് പാട്ട്? അതും ചിത്രാമ്മയുടെ പാട്ട്. ഓഹോ, അത് ശരി. കേക്കട്ടെ രാവിലെ. പാടറിവേ പരിപ്പ് കറിയേ. പരിപ്പ് കറിയോ? ഞാൻ 2 പപ്പടം കൂടെ കാച്ചി ഞാൻ കൊടുക്കും. പരിപ്പ് കറി മാത്രം കൊടുക്കുന്നത് അങ്ങനൊന്നും അല്ല ആ പാട്ട്. പിന്നെ എന്നാ പിന്നെ അറിയാമെങ്കിൽ നിങ്ങൾ പാട്. ഞാൻ പാടിക്കഴിഞ്ഞാൽ വേറെ വല്ല തെറിയായി പോകും, അതുകൊണ്ട് ഞാൻ പാടാത്തേ. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ദൂര സ്ഥലത്തൊക്കെ പരിപാടി കിട്ടും. ഒത്തിരി അങ്ങനെ ഉണ്ടോ? പിന്നെ അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെല്ലാം കൂടി നമ്മളൊരു ബസ്സിനകത്ത് പോകും. നമ്മളെല്ലാ പെണ്ണുങ്ങളെയും കൂടി കയറ്റിയിട്ട് എന്റെ അച്ഛനാ ഓടിക്കുന്നത്. സാധാരണ അങ്ങനല്ലല്ലോ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ നിന്റെ അച്ഛനല്ലേ ഓടിക്കണേ? അത്ര സ്വഭാവം അതാ ചോദിക്കണേ. അതല്ല, അങ്ങനെയെങ്കിൽ അച്ഛൻ വേണ്ട. ട്രെയിൻ ഉണ്ടല്ലോ. ട്രെയിൻ നല്ലതാ. അത് നിന്റെ പാട്ടാണെങ്കിൽ ട്രെയിനാ, നീ പരശുരാം എക്സ്പ്രസ് കയറണം. എന്നിട്ട് നിനക്കപ്പ എല്ലാ പോകിലും നടന്ന് പാടണ്ട. ലാസ്റ്റത്തെ ഈ ലേഡി കമ്പാർട്ട്മെന്റിൽ നിന്ന് പാടിയാൽ മതി. അതാകുമ്പോ ഫ്രണ്ട് ഇരിക്കുന്ന ലോക്കോ പൈലറ്റ് വരെ ആ ശബ്ദം കേൾക്കും. ആ സൈറ്റ് തൊള്ളയാണ്. അങ്ങനെ നിങ്ങൾ എന്തോ അത്ര കളിയാക്കാനിരിക്കുന്നത്? അപ്പൊ നിങ്ങളെ കലാബോധം വേണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. എനിക്കോ? എനിക്കാ കലാബോധം ഇല്ല. നിനക്ക് തേങ്ങയുണ്ട് കലാബോധം. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എവിടെ വെച്ചാ? ഞാൻ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കേട്ടോ. കോളേജ് കലോത്സവം അവിടെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അന്നൊരു സാധനം ചെയ്ത് കേട്ടോ. ഒരു നാടകത്തിൽ എത്ര റോള്. അന്നൊരു പിച്ചക്കാരിയായിട്ട് ഇവിടെ വരുന്നൊരു സാധനമുണ്ട്. അത് കണ്ട ഞാനത് പറയുമ്പോഴല്ല, ദേഹത്ത് മുഴുവൻ ഇവ കരിവാരിത്തേക്ക്. എന്നിട്ട് കീറിയ ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ മുടിയൊക്കെ വല്ലാതിട്ടിട്ടേ ഈ ഒരു പാത്രം കൈ. എങ്ങനെ ഡയലോഗ് എങ്ങനെയാടി? ഇത് കണ്ടാൽ ആരായാലും ഒന്നും കൊടുക്കത്തില്ല. ഇതുപോലെ ഗംഭീരം പിച്ചക്കാരിയെ ചെയ്തവളായിരുന്നു. വേറെ ഞാൻ വേഷം ചെയ്തായിരുന്നു. ഉണ്ണിയാർച്ച ചെയ്തോട്ടോ. യോ, ഞാൻ പറയാൻ വിട്ടു. അത് കാണണം. സത്യത്തിൽ ആദ്യം അതാണ് പറയേണ്ടിയിരുന്നത്. മുടി സൈഡിലോട്ട് കെട്ടും. എന്നിട്ടൊരു മേൽമുണ്ടോ ബ്ലൗസ് അരപ്പട്ട ഒരു വാളൊക്കെ പിടിച്ചിങ്ങനെ നിപ്പുണ്ട്. ദോഷം പറയരുത് കേട്ടോ. അപ്പോഴും കറക്റ്റ് പിച്ചക്കാരി. അങ്ങനെ സംസാരിക്കരുത്. പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപയോഗം എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് ഉപയോഗം ചെയ്യാനല്ല, ഞാൻ രാജ്യത്തിന് വേണ്ടി പോരാടുക. ഞങ്ങൾ ഓരോ പട്ടാളക്കാരും. ഞങ്ങൾക്ക് രാജ്യമാണ് ഞങ്ങൾക്ക് വരുത്. വീട്ടിലോട്ടാണോ? എന്നാൽ എന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ പട്ടാളം വഴി എന്തെങ്കിലും ഒന്ന് നേടിയിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിലോ? ഇതൊക്കെയായി എനിക്ക് ഈ അർഗല പറയുമ്പോ ഓരോ ദേഷ്യം. അങ്ങനെയൊന്നും സംസാരിക്കേണ്ട. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ എവിടെ പോയതാ ഇത്ര നേരം? ഞാൻ ജോഗിങ്ങിന് പോകണം. എത്ര മണിക്ക് എവിടെ പോയത്? രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ സമയം എത്രയായി? 10 മണിയായി. ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ ഒറ്റയ്ക്കാണോ നടന്നു പോണേ? പിന്നെ അവിടെ ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്, നല്ല ഹിന്ദിക്കാരി പിള്ളേർ. അതൊക്കെ കണ്ടു തീർക്കണ്ടേ ഞാൻ? അത് ശരി. അതൊക്കെ കാണാതെ അതിന്റെ സൈഡിൽ കൂടെ പോരണ്ടേ? അതൊക്കെ തിരക്കാന്നത്. അങ്ങനെ വരുന്ന അങ്ങനെ ഇനി മൂലം നിങ്ങൾ ജോഗിങ്ങിന് പോകണമെങ്കിൽ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ 7 മണിക്ക് ഇവിടെ എത്തണം. നീ നിന്റെ കാര്യം നോക്കാത്ത. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ പോയി അകത്ത് കയറി കുളിക്കാൻ നോക്ക്. പിന്നെ ഞാൻ നീ പോയി കുളിക്കടി. ഞാൻ എന്റെ ജോഗിങ് കഴിഞ്ഞിട്ട് വന്നേക്കുന്നു. ഹലോ ചേച്ചി. ആരടാ ചേച്ചി, ഞാൻ രാജേഷാണ് ചേച്ചി. രാജേഷ്. പറ ചേച്ചി. കുപ്പി ഇരിപ്പുണ്ടോ? കുപ്പി ഇരിപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ പഴയ വിലയൊന്നുമല്ല. ഇത്തിരി മുന്തിയ സാധനം ഇരിക്കുന്നത്. എന്റെ പൊന്നു ചേച്ചി, നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നല്ലേ. എടാ, 2000-ന് കുറഞ്ഞ ഒരു കുപ്പി ഇവിടെ ഇല്ല. 2300 രൂപ തരണം. അയ്യോ, 1 തീയതി ഞാനിവിടെ ഉണ്ട് ചേച്ചി. ഞാൻ കൊണ്ടുവരാം. എടുത്തു വെക്കോ? പിന്നെ കാശ് ഉണ്ടെങ്കിൽ കൂച്ചാ മതി കേട്ടാ. എന്തോ കട്ടമാന്ന് പറയാം. എന്തുവാ? ഞാൻ ആ തൃപ്തി കിടന്ന് കട്ടപ്പെട്ട എന്റെ കോട്ട കിട്ടുന്ന അവളാ വിൽക്കുന്നേ. ആ പൈസ അവക്ക്. എന്നിട്ട് ഒരു പെഗ് സാധനം എനിക്ക് തരത്തില്ല. വളരെ ഈ 1-ാം തീയതി ഞായറാഴ്ച കൂടെ ഒരു ചാലും എനിക്ക് ആടി തരത്തില്ല. ഒരു ഇച്ചിരി എന്നാ എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ അമ്മയാണ്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഞാൻ മര്യാദയ്ക്ക് വിടുന്നോളാം. നിങ്ങൾ അകത്ത് കയറി ചെല്ലേ. എനിക്ക് എത്ര പറ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രശ്നത്തിനും നിൽക്കത്തില്ല. ഞാൻ പിന്നെ വായിന്ന് വല്ലതും കേൾക്കും കേട്ടാ. തരത്തില്ലേ? ഇല്ല, ഞാൻ തരത്തില്ല. ഒരു 60 പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതെന്തുവാണ് എന്റെ കോട്ട എല്ലാം കൂടെ മേടിച്ചു പിടിച്ചിട്ട് അവളങ്ങ് ബിസിനസ്സുകാരിയാവുക. അവള് ഇതൊരു നാശം എന്ന് പറയുന്നത്. ഇതാടാ, ഇത് ഫാറ്റി ലിവർ വരുമ്പോ മുട്ട് കറക്കുന്ന അതിന്റെ. അതല്ല കുപ്പി പറഞ്ഞായിരുന്നു. വിളിച്ചു നീയാണോ ഇപ്പൊ? ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. വിളിച്ചാണോ? ചേച്ചി വിളിച്ചായിരുന്നു. എന്റെ പൊന്നു കൂട്ടുകാരാ, ഞാനല്ല. എന്റെ മൊത്തം അവളാ കച്ചവടവും പൈസ മേടിക്കുക. എനിക്ക് തരത്ത് പോലും ഇല്ല. നീ അങ്ങോട്ട് വിളിച്ചു. ചേച്ചി ഒന്ന് വിളിക്കാവോ? എന്താ ഞാൻ വിളിക്കാം? എന്താടാ ചേച്ചി, ഞാൻ രാജേഷ വന്നാ നീ? 2300 രൂപ. ഓ, ഇനി അത് എണ്ണിയൊക്കെ തിട്ടപ്പെടുത്തി കിട്ടിയാടാ. കിട്ടി. പോണാ 200. ഞാൻ പോണാ. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ല, വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇല്ല, ഞാനേ വേറെ കാര്യം ആലോചിച്ചേ. ഇവനെ ഒതുക്കി 2 അടിക്കാല്ല. എങ്ങനെ ഇവനെ എടാടാ,
നിന്റെ ചില ഓരോരോ കാര്യങ്ങളുണ്ട് ചില കേട്ടോ. നീ രായപ്പണ്ട മോനല്ലേ? നിനക്ക് എന്നെ അറിയത്തില്ലായിരിക്കും. ഞാൻ ചേട്ടനെ കാണുന്നതാണ്, പക്ഷെ ഞാൻ ചേച്ചിയായിട്ടുള്ള ഒരു ഇതല്ല. ഓ അത് ശരി. അത് വിട്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ സത്യത്തെ എന്നറിയാം എന്റെ കോട്ടയാണ് ഇവിടെ വിൽക്കുന്നത്. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടെ സത്യം. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് എനിക്കിപ്പോ ഒരെണ്ണം അടിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ അന്ന് അവിടെ പോകണ്ടായിരുന്നു. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. പ്രൊഫഷണൽ ആയിട്ട് ഞാൻ അമേച്ചർ നാടകങ്ങൾ കളിക്കുന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ അത് മതിയായിരുന്നു എനിക്ക് ഒരു ആവശ്യമില്ല അവിടെ പോയിട്ട്. ഞാൻ പട്ടാളത്തിലോട്ട് പോയത് പട്ടാളത്തിലെന്ന് വെച്ചാൽ പിന്നെ ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട്. അല്ലല്ല ഞാൻ പറഞ്ഞെന്നറിയോ, എന്റെ ഈ കുട്ടപ്പന്റെ പെട്ടി എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അല്ല ഞാൻ പറയാം ചേട്ടാ, ഞാൻ പറയുന്നതൊക്കെ ചേട്ടാ അതിലായിട്ട് സമയമില്ല. അതുകൊണ്ട് ഞാൻ കുട്ടപ്പനായിട്ട് അഭിനയിച്ചാണ് ആ ഒരു ജസ്റ്റ് സാധനം കാണിച്ചു തരാം. നിനക്ക് ഒരു രസമായിരിക്കും. അല്ല ഞാൻ പോയിട്ട് വന്നിട്ട് കണ്ടാ പറയാം. പിന്നെ നീ ഇത് കാണാനായിട്ട് ഇനി അങ്ങ് പോയിട്ട് അങ്ങ് വരുവാന്ന് ഒറ്റയില്ല. ഇത്രയുള്ളൂ, കർട്ടൻ പൊക്കുന്നു. കുട്ടപ്പൻ ഞാൻ പെട്ടിയെടുത്ത് തല വെക്കും. കുട്ടപ്പൻ ഇങ്ങനെ വരും. കുട്ടപ്പൻ ഇങ്ങനെ ഓടി ഓടി ഇങ്ങനെ വന്ന് ചേട്ടാ 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 വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ. വീട്ടിൽ നിന്ന് വിളിക്കാം. അമ്മയാ? അല്ല ഇവനെ ചിലവന്മാര് കുപ്പി കിട്ടിയ വീട് മറക്കും. ഇവനതല്ല കുടുംബസ്നേഹം കൊണ്ട്. ഏട്ടാ അവൻ പിടി അമ്മേ. എടാ നീ എവിടെടാ? നീ വരുന്നില്ലേ ഇവിടെ? അമ്മ ഞാൻ വരുന്നമ്മേ, ഞാൻ ഇവിടെ ഉണ്ടമ്മേ. എടാ ഒന്ന് വേഗം ഇവിടെ എല്ലാരും വിളിച്ചു കൂട്ടിട്ട് നീ എന്തോന്നാടാ ഈ കാണിക്കുന്നത്? ഞാൻ വരുന്നുണ്ടേ. വേഗം ഉണ്ട് കേട്ടോ. ശരി എന്നാ. അങ്ങനെ കുട്ടപ്പൻ ഈ പെട്ടിയായിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ ചാടി ഫ്രണ്ടിലോട്ട് ഒരു വരവുണ്ട്. എന്നിട്ട് കുട്ടപ്പൻ ചേട്ടാ ഒരു മിനിറ്റ് അമ്മമാരെ വിളി. ആരാ? പ്രസാദ് കൂട്ടുകാരാ. ചിലവന്മാരെ ഈ മദ്യം കിട്ടിയ കൂട്ടുകാരെ മറക്കും. ഇവൻ അതല്ല ഏട്ടാ, ഇവൻ കൂട്ടുകാരെ എടുക്കും. കുഴപ്പമില്ല. പറയടാ. എടാ നീ എത്ര സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? സാധനം കിട്ടി. രവി ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. വരുന്നു. പെട്ടെന്ന് വാ. വരുന്നു. ഇരുന്നാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ കേട്ടെന്നാ. അങ്ങനെ ഈ കുട്ടപ്പൻ ഇങ്ങനെ വരും. ഈ പെട്ടിയായിട്ട് കുട്ടപ്പൻ ഒരു വരവുണ്ട്. കോളുണ്ട് ചേട്ടാ. കോള് ഇതേ വരുന്നു. ഒരു മിനിറ്റ്. ഈ പെട്ടി താത്ത് വെച്ചോട്ടെ. പെട്ടി താത്ത് വെച്ചു. കൈയുടെ ഈ കൈപ്പോയം കടയ്ക്കുവാ. ഹലോ. എടാ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടെന്ന്. എടാ അവിടെ നിൽക്കുക. നീ പുള്ളിക്കാരൻ എന്നെ വിടണ്ട. ഞാൻ വരുന്നു. ബഹളം വെക്കാതെ. എന്റെ കൈ സാധനം കിട്ടിയല്ലോ. പിന്നെ എന്തിനാ വെപ്പാളപ്പെടുന്നേ? ഞാൻ വരുവാ. ഈ കുട്ടപ്പൻ പിന്നെ ഈ പെട്ടിയെടുത്തോണ്ട് ഇങ്ങനെ വരാം. നല്ല സാധനമാണ്. നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഇപ്പൊ നമ്മുടെ അടുത്ത് അവിടെ ക്ലബിൽ പരിപാടി ഉണ്ട് തിരുവോണത്തിന്. തീർച്ചയായും നിൽക്കുമല്ലേ? എനിക്ക് പോയല്ലേ പറ്റൂ. ചേട്ടന് ഈ നാടകം കളിച്ചിട്ടില്ലെന്ന് തോന്നല്ലേ? അങ്ങനെ മനസ്സിലായി. അല്ല എനിക്കത് മനസ്സിലായി. ചേട്ടന് ഒരു ആക്രാന്തം കാണുമ്പോ എനിക്ക് ഇത് ഒറ്റയ്ക്കാണ് അടിക്കണേ. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് ചേട്ടൻ. ഓ ശരി. അവരുടെ കൂട്ടുകാർക്ക് അവര് അവിചാരിതോട്ട് ഞാൻ കണ്ടുപോയതാ. അപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം സാധനം. അമ്മമാർക്ക് മേടിച്ചു കൊടുക്കുക. അത് ശരി. ഒന്നാം തീയതി വേറെ സാധനം കിട്ടത്തില്ലല്ലോ. കിട്ടാ. അല്ല വഴങ്ങത്തിൽ ഇവനെ ഒതുക്കണം ഇവനെ. എടാ ഞാൻ ഇപ്പൊ പറഞ്ഞെന്തറിയോ, ഇതിപ്പോ ആ സ്കൂളിന്റെ ഗ്രൗണ്ടിലെങ്ങാനും പോയിരുന്നു അടിച്ചു കഴിഞ്ഞാൽ തൂഫാൻ പൊക്കും. അതങ്ങനെ മദ്യം കഴിക്കുമ്പോ തുപ്പാൻ പൊക്കുന്നാണോ പറഞ്ഞത്? ഓപ്പറേഷൻ തൂഫാൻ വന്ന് പൊക്കും. പിന്നെ വിഷയല്ലേ ഇപ്പൊ നടക്കുന്നത്? ആണോ? നിങ്ങൾക്ക് ആ പിള്ളേരെ പരിചയമുണ്ടോ? എനിക്ക് വലിയ പരിചയമില്ല. എന്നാലും കണ്ടപ്പോ എന്നെ ഇങ്ങനെ അവിടെ പ്രശ്നം വരുന്നത്. എടാ ഒരു പരിചയം അവന്മാര് വല്ല കൊള്ള ഉണ്ടാക്കിയാൽ നീ അകത്ത് പോകും. ഞാൻ പറഞ്ഞു പോയവരോട്, ഞാൻ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു പോയത്. എടാ നീ സ്വന്തമായിട്ട് നീ ഒറ്റക്കിരുന്ന് അടി. ഞാനതാ പറയുന്നത്. അല്ല ഒറ്റക്കിരുന്ന് അടിക്കാനാണ് തന്നെ ഒരു സ്ഥലമില്ല ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ അവന്മാർ സ്ഥലമാണോ ഇല്ലാത്ത സ്ഥലത്തിനാണോ ഇത് വല്ല പാടില്ല. അതുകൊണ്ടാണ് സ്ഥലമൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരുത്തൻ അതിനുള്ള സ്ഥലം ഒപ്പിച്ച് തരും. 2 ഗ്ലാസും വെള്ളവും ടച്ചിങ്സും കൊണ്ട് തരും. പക്ഷെ ആ പുള്ളിക്ക് 2 കൊടുക്കണം. അതിപ്പോ എന്താ? ഇപ്പൊ നമ്മൾ കറള് പോകുന്ന സാധനം 2 3 കൊടുക്കാം. അങ്ങനെയാണ് ഒരു കാര്യം. ഞാൻ ആ പയ്യനെ പറഞ്ഞുവിടാം കേട്ടോ. അവന്റെ പേര് ഉദയൻ എന്നാ. അപ്പൊ ഞാൻ ഇവിടുന്നാ അവനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാന്ന്. ആണല്ലേ? പിന്നെ ചെറുക്കനെ ഉദയടാ എടാ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ചെറുക്കൻ ഒന്നേ സെറ്റ് ചെയ്തതേ കേട്ടാ. ഉദയ ചെല്ലടാ അങ്ങോട്ട്. ഉദയ ഞാൻ വരാം കേട്ടോ. ഞാൻ വരാം. നീ ചുമ്മാ ഇത് ഉദയോ രവിയണ്ണം പറഞ്ഞിട്ട് വന്നാന്നോ? അതെ. ഇതിവിടെ കൊണ്ട് തരാൻ പറഞ്ഞു കേട്ടോ. കാരണം ഈ 2 ഗ്ലാസ് രവിയണ്ണം പറഞ്ഞ് ഇവിടെ കൊണ്ട് തരാൻ ഉദയനോട് പറഞ്ഞു. അല്ല രവിയണ്ണ ചേട്ടാ. രവിയണ്ണ ഇപ്പൊ എന്നെ പറഞ്ഞു വിട്ടാ ഉദയ ചെല്ലടാ കൊണ്ട് കൊടുന്നു. അതല്ല അങ്ങനെ പറഞ്ഞു വിട്ടേ. ഇപ്പൊ അല്ല രവിയണ്ണല്ലേ ഇവിടെ ഇനിയിപ്പോ രവിയണ്ണം വന്നാലേ അത് ഗീച്ചത്തല്ലായിരിക്കും. അതല്ല ചേട്ടാ രവിയണ്ണോ രവിയണ്ണ ഈ പുള്ളി ഇത് സമ്മതിക്കത്തില്ല കേട്ടോ. ഉദയനല്ല പുള്ളിക്ക് വലുത്, രവിയണ്ണ പുള്ളിക്ക് വലുത്. അല്ല എന്തേലും കാണില്ല. അല്ല രവിയണ്ണ ചെല്ലണ്ണ. രവി ചെല്ലി എന്താ വാടാ ഉദയായി ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടായി. നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റി. എന്തുവാടാ വേണ്ടത്? എന്തുവാടാ? എടാ ഉദയൻ ആ വയ്യാത്ത കാലം മാറ്റി ആ ചെറുക്ക് എത്ര പ്രാവശ്യം നടന്നാ കൂട്ടി. ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് രവിയായിട്ട് തിരിച്ചു. ഉദയം പറയൂടാ. അതായത് സൗകര്യം ഒരുക്കത്തിൽ 2 പേക്ക് അവന് കുറ വെഗ് കൊടുക്കുന്നതല്ലേ ചേട്ടാ. ഇതിപ്പോ എനിക്ക് പട്ടായി. ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് നിന്റെ പണി നോക്കിയാ. ഡാ ഉദയ ഇങ്ങോടാ. അത് കൈകാര്യം ചെയ്തു. അതാ അവൻ പോടാ. എടാ ചെല്ലടാ ഉദയ അങ്ങോട്ട്.
അല്ല പുള്ളി പറയട്ടെ, എനിക്ക് അങ്ങനെ ഇതില്ല. അല്ല ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടനല്ലേ രവിചേട്ടൻ? പിന്നെ ചേട്ടൻ പോയിട്ട് ഇങ്ങനെ ഉദയനായിട്ട് കാലും വയ്യാതെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. തലയ്ക്കകത്ത് ആത്താമസം ഇല്ലടാ. ഇല്ല, അതാണ് എന്റെ പെണ്ണുമ്പളെ എനിക്ക് മദ്യം തരത്തില്ല. അതുകൊണ്ട് അപ്പൊ ആരും അടിച്ചെന്ന് വെച്ചാൽ ഉദയൻ അടിച്ചെന്ന് നീ പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ അടിച്ചിട്ടില്ല, ഉദയന അടിച്ച. ഉദയനാ അതിനു വേണ്ടിയിട്ടുള്ള ഉദയന് വേണ്ടിട്ടാ. ഉദയനെ അങ്ങ് പറഞ്ഞു വിട്ട് അവൻ അടിച്ചയച്ചിരി വിഷയമാണല്ലേ. ഉദയ അങ്ങ് ചില അവനെ അങ്ങ് പറഞ്ഞിട്ട് അവനെ രണ്ടടിച്ച കരിപ്പാവൻ ഒഴിയൊഴി ഒഴിയടാ. അവിടെ ഒക്കെ പോയാൽ കലിപ്പും പ്രശ്നം ഉണ്ടാവാ. ഞാൻ അങ്ങനെ കുടിയില്ല, അവിടെ സമ്മതിക്കാത്തോണ്ടേ. അതാണ് വരുത്തില്ല. ഇപ്പം മറ്റേ ഭജനത്തിന്റെ പറയാ. ചേച്ചി വന്ന പ്രശ്നമാവോ? എന്തോ കലിപ്പ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു പട്ടാളക്കാരൻ കൂടെ ഇരുന്ന് ഇച്ചിരി മദ്യം കഴിക്കണം. അതൊക്കെ എപ്പോഴും സഹായിക്കുന്നല്ലോ. അതിർത്തിയിൽ ഇങ്ങനെ നമ്മൾ അതിർത്തി ആക്കുന്ന ആൾക്കാരല്ലേ. താങ്ങട്ടെ ഞാൻ ചേട്ടാ, ഇവന്മാർക്കൊന്നും ശരിയായില്ല. ശിവൻ പിന്നെയും വിളിക്കുന്ന ചേട്ടാ. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ വരുന്നുണ്ട്. ഞാൻ ആ പുള്ളിക്ക് ഒരെണ്ണം കൊടുത്തിട്ടേ, പുള്ളിക്ക് ഒരെണ്ണം കൊടുത്തിട്ട് ഞാനങ്ങ് വരാം. പുള്ളിയുടെ 2 വർത്താനൊക്കെ പറഞ്ഞിട്ടങ്ങ് വരാം. വേഗം വരാം. കൊടുത്താ? ആ പുള്ളിക്ക് കൊടുത്ത് കൊടുത്ത്. ഷേടാ, നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? എന്താ? എടാ, അങ്ങേർക്കൊരു കുഴപ്പമുണ്ട്. എന്നെ? എടാ, അങ്ങേര് ഓരോ പെഗ് മദ്യം അടിക്കുന്തോറും ഓരോരോ ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കും. എടാ, നീ അവിടെ നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആണോ? ആ അന്നാ വെച്ചു. പ്രസാദേ, ഓ പുള്ളി തോക്കെടുത്ത് വെച്ചടാ. തോക്കെടുത്ത് വെച്ചാ? ആ വെച്ച്. എടാ, ഓടല്ലേ. പിന്നെ ഓടിയാ നിന്റെ ചന്തിക്കിട്ട് വെടിവെക്കും. ഞാനിപ്പോ എന്താണ് ചെയ്യുന്നത്? നീ അനങ്ങാതെ നിന്നു. എങ്ങനെയെങ്കിലും അവിടെ ഊരാൻ നോക്ക് നീ. ചേട്ടാ, നീ എങ്ങനെ നുഴഞ്ഞു കയറി ഇന്ത്യൻ അതിർത്തി? ചേട്ടാ, ഞാൻ അത്രയും തീവ്രവാദികളുമായി എങ്ങനെ നീ നുഴഞ്ഞു കയറി? അത് മാത്രം അറിഞ്ഞാൽ മതി. ചേട്ടാ, ഞാൻ രാജേഷാണ് ചേട്ടാ. ഞാൻ കുപ്പി മേടിക്കാൻ പുള്ളി കലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യണ്ട്? എന്നാ പിന്നെ വേറെ അടുത്ത കൂട്. ചേട്ടാ, ആണുങ്ങളില്ലാത്തപ്പോൾ വീട്ടിൽ കയറി വന്ന സ്ത്രീകളെ തൊടല്ലേ. നാളിതുവരെ മറ്റൊരു പുരുഷന്റെ കരസ്പർശം ഏറ്റിട്ടില്ല ഈ സുധാമണിക്ക്. അതുകൊണ്ട് നീ തന്നെ എന്നെ കെട്ടണം. അയ്യോ, മറ്റൊരു പുരുഷത്തേക്ക് പോയില്ല. നീ തന്നെ എന്നെ കെട്ടണം. എന്താടാ? ഒന്നുമില്ല, നീ പോയില്ലടാ ഇതുവരെ? ഞാൻ പോകാൻ പോയിരുന്നു. അപ്പോഴാ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്. നീ മദ്യം കൊടുത്താ? ഞാനായിട്ട് കൊടുത്തല്ല, പുള്ളിക്കാരൻ നിർബന്ധിച്ച് നാടകത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അടുപ്പിച്ച. അയ്യോ, അടിച്ച് ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ എന്തായി? ആദ്യം എന്തോ ഒരു മേജർ നാട്ടൊക്കെയായി, പട്ടാളക്കാരനാ, ഏതാണ്ടൊക്കെയായി, തീവ്രവാദിയാണെന്ന് എനിക്ക് ചോദിച്ചു. എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തി? ഇപ്പൊ ഒരു ലേഡി എന്നെ പിടിച്ചിട്ട് പറഞ്ഞ് കെട്ടണം എന്നൊക്കെ പറഞ്ഞല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ 2 എണ്ണം കട്ടാക്കൊഴി. ഒഴി അങ്ങോട്ട്, 2 എണ്ണം കട്ടാക്കൊഴി അങ്ങോട്ട്. ഇത് മാറ്റി തരാം ഞാൻ ഇതാ പറയുന്നത്. ഇങ്ങനെ മദ്യം കൊടുക്കരുതെന്ന്. ചേച്ചി, ഞാനത് കൊട്ടങ്ങ് പൊക്കോട്ടെ. നീ പോകാൻ വരട്ടെ. നീ ഇതെല്ലാം ഒപ്പിച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്ക. ചേച്ചി, ഞാൻ പൊക്കോട്ടെ ചേച്ചി.
ചേട്ടോ സുമതി മൈനി നീയാ എന്റെ ആളെങ്ങോട്ട് എന്തിനാ വിഷയം? എന്തോ വിഷയം പറയാനാ? നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ഒരെണ്ണം അടി. കല്യാണത്തിന് മുമ്പേ എവിടെ ശീലം? അടി അടി. അങ്ങനെ അറിഞ്ഞാ നിന്നെ അറിയാലോ. അത് കുഴപ്പമില്ല, നീ അടി. ഇപ്പൊ മറ്റേ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്ന കൃഷി മന്ത്രാലയമാ ലാസ്റ്റ്. കൃഷി മന്ത്രാലയം. പക്ഷേ നീ എന്നെ കെട്ടണം. ഞാനോ? കെട്ടിയേ പറ്റൂ. ചേട്ടാ ചേട്ടോ തെയ്യാതിനന്തോ ദിനന്തിനന്താരോ തെയ്യാതിനന്തോ തെയ് തെയ്യാതിനന്തോ ദിനന്തിനന്താരോ തെയ്യാതിനന്തോ തെയ്. കലപ്പേന്തി കർഷകൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ തെങ്ങ് മണ്ടരി ബാധിച്ചു പോയോ? അതോ റോസാപ്പൂ തന്നെ കൊഴിഞ്ഞു പോയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ടോൾ ഫ്രീ നമ്പറായ 99040339 വിളിക്കൂ. തീർത്തും സൗജന്യം. അല്ല പിന്നെ എന്റെ പൊന്നി ചേച്ചി, എത്ര ക്യാരക്ടറായിട്ടാ വന്നത്, എത്ര സ്വഭാവമായിട്ടാ വന്നത്. ഓരോ ബെഗിനും ഓരോരോ സ്വഭാവമായിരുന്നു. പക്ഷെ ഇത്രയും പെശായിട്ടുള്ള ആളെ ചേച്ചി ഒറ്റയടിക്ക് വീഴ്ത്തി കളഞ്ഞല്ലോ. ഇത് എങ്ങനെ സാധിച്ചു? എടാ, ഇങ്ങേർക്ക് ഓരോ സ്വഭാവം മാറാനായിട്ട് ഓരോ പെഗ് വെച്ച് വേണം. പക്ഷെ ഈ എനിക്ക് അങ്ങനെയില്ല. ഒറ്റ പെഗ് മതി എന്റെ സകല സ്വഭാവം മാറാൻ. അറിയാമോ? അതാ ഈ കിടക്കുന്നത്. കനകമ്മേ